ജില്ലയിലെ വിധവകളുടെ സംഘടനയായ ശരണ്യ കൂട്ടായ്മ കോഴിക്കോടിന്റെ വാർഷിക പൊതുയോഗം ബാലുശ്ശേരിയിൽ നടന്നു. ബാലുശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി പ്രസിഡന്റ് വി.കെ. അനിത ഉദ്ഘാടനം ചെയ്തു. പരസ്പരം താങ്ങായും തണലായും നിന്ന് ശരണ്യ കൂട്ടായ്മ ജില്ലയുടെ വിവിധ മേഖലകളിൽ പ്രവർത്തനം ആരംഭിക്കാൻ പൊതുയോഗത്തിൽ തീരുമാനിച്ചു. ജീവിത പങ്കാളി വിടവാങ്ങിയതോടെ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയ വനിതകൾക്ക് ആശ്രയമായാണ് ശരണ്യ കൂട്ടായ്മ കോഴിക്കോട് രൂപീകരിച്ചത്. കോഴിക്കോട് ജില്ലയിലെ വിധവകളുടെ സംഘടനയായ ശരണ്യ കൂട്ടായ്മ കോഴിക്കോടിന്റെ വാർഷിക പൊതുയോഗമാണ് ബാലുശ്ശേരിയിൽ സംഘടിപ്പിക്കപ്പെട്ടതെന്ന് ശരണ്യ സെക്രട്ടറി ജെസ്സി സുബാബു പറഞ്ഞു. ശരണ്യ കൂട്ടായ്മ എന്നത് കോഴിക്കോട് ജില്ലയിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട സ്ത്രീകളെ, അതായത് നിരാലംബരായ വിധവകളെയും അതുപോലെ ഒറ്റപ്പെട്ട് കഴിയുന്ന അഗതികളെയും ചേർത്ത് പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു കൂട്ടായ്മയാണ്, ഒരു സ്നേഹ കൂട്ടായ്മയാണ്. അതിൽ സാമ്പത്തികം മാത്രമല്ല, മാനസികമായും വെല്ലുവിളികളെ നേരിടുന്ന ഒത്തിരി പേരെ കൂട്ടായ്മയുടെ പരിധിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്ക് വേണ്ട പല സഹായ സഹകരണങ്ങളും സേവന മനോഭാവത്തോടു കൂടി ചെയ്യുന്ന ഒരു സംഘടനയാണ് ശരണ്യ കൂട്ടായ്മ. വളരെ ശക്തമായ രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. 2016 മുതൽ ഞങ്ങളിവിടെ പ്രവർത്തിക്കുന്നുണ്ട്. 2019 സൊസൈറ്റി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത് സംഘടന പ്രവർത്തിക്കുന്നത്. തങ്ങൾക്ക് സംഘടന എന്നും താങ്ങും തണലുമായി മാറിയിട്ടുണ്ടെന്ന് ശരണ്യയുടെ സജീവ പ്രവർത്തകയായ ഗീത മങ്ങാട് പറയുന്നു. ഞാൻ ഈ ശരണ്യയിൽ കൂട്ടായ്മയിൽ വന്നതിന് ശേഷം എനിക്ക് ഒരുപാട് സന്തോഷമുണ്ടായി. ആദ്യമൊക്കെ ഒരുപാട് ഭർത്താവ് നഷ്ടപ്പെട്ടതിൽ ഒരുപാട് സങ്കടമായിട്ടിരുന്നായിരുന്നു. അപ്പം എല്ലാവരും കൂടി ഇങ്ങനെ ഒരുപാട് ആൾ കാണുമ്പോൾ അവരുടെ സങ്കടങ്ങളൊക്കെ കേൾക്കുമ്പോൾ എൻ്റെ സങ്കടം എനിക്ക് ഒന്നുമില്ലാണ്ടായി. അങ്ങനെ അവിടെ നിന്നാണ് ശരണ്യ ലോണിനെ പറ്റി പറഞ്ഞത്. അങ്ങനെ ഒരു ശരണ്യ ലോണ് 50,000 കെട്ടി 25 അടയ്ക്കേണ്ട, അതിന് പിന്നെ ഇതില്ല, പലിശയില്ല. അങ്ങനെ അതടച്ച് ടൈലറിംഗ് ആണ് എൻ്റെ ജോലി. ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയപ്പോൾ ശരണ്യയുടെ സഹായം ലഭിച്ചെന്ന് ഉള്ളിയേരി സ്വദേശി പുഷ്പ പറഞ്ഞു. ബാലുശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച ശരണ്യ വാർഷിക പൊതുയോഗം പ്രസിഡന്റ് വി.കെ. അനിത ഉദ്ഘാടനം ചെയ്തു. ശരണ്യ കൂട്ടായ്മ പ്രസിഡന്റ് ശോഭ ഉറവിൽ അധ്യക്ഷയായി. ഉണ്ണികുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിജിൽ രാജ്, ബാലുശ്ശേരി എംപ്ലോയ്മെന്റ് ഓഫീസർ സജീഷ് സി.കെ., കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എംപ്ലോയ്മെന്റ് ബ്യൂറോ അമ്മാർ ടി സംസാരിച്ചു. സഖി വൺ സ്റ്റോപ്പ് സെന്റർ അർച്ചന ആർ, ഫിനാൻഷ്യൽ ലിറ്ററസി കൗൺസിലർ അയോണ ജോർജ് എന്നിവർ ബോധവൽക്കരണ ക്ലാസുകൾ നടത്തി. ശരണ്യ കൂട്ടായ്മ സെക്രട്ടറി ജെസ്സി സുബാബു സ്വാഗതവും സീത ശ്രീരാജ് നന്ദിയും പറഞ്ഞു. പരസ്പരം താങ്ങായും തണലായും നിന്ന് ശരണ്യ കൂട്ടായ്മ ജില്ലയുടെ വിവിധ മേഖലകളിൽ പ്രവർത്തനം ആരംഭിക്കാൻ പൊതുയോഗത്തിൽ തീരുമാനിച്ചു.